വലിച്ചുകൊണ്ടുപോകുന്ന തള്ളക്കോഴി, കാക്കയോ മറ്റു പക്ഷികളോ എത്തിയാൽ ഓടിയെത്തുന്ന പൂവനും മറ്റു കോഴികളും, അപകട സൂചനയോ അപരിചിത ശബ്ദമോ കേട്ടാൽ തള്ളയുടെ ചിറകിനടിയിലേക്ക് ഓടി ഒളിക്കുന്ന കുഞ്ഞു കോഴികൾ. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ വീട്ടുവളപ്പിലെയും കാഴ്ചകളായിരുന്നു ഇതൊക്കെ. എന്നാൽ ഇന്ന് ഗ്രാമങ്ങൾ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ചകൾ അപൂർവമാകുന്നു. കോഴിമുട്ടകൾക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് നമുക്കൊരു ശീലമായി കഴിഞ്ഞു. കോഴിമുട്ടയുടെയും ഇറച്ചിയുടെയും ഉപഭോഗത്തിൽ കേരളം വളരെ മുൻപന്തിയിലാണ്. 90% മാംസാഹാര പ്രിയരായ കേരളീയരുടെ ഉയർന്ന സാക്ഷരതയും ആരോഗ്യബോധവും ഇതിന് ബലമേകുന്നു. കർഷകർക്ക് ആദായകരവും മുട്ട ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ചില വിദേശ ഇനം കോഴികളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നാടൻ കോഴികളെ മാത്രം പരിചയിച്ച നമ്മുടെ കർഷകർക്ക് വിദേശ ഇനം കോഴികളെ അടുത്തറിയാനുള്ള സാഹചര്യം പലപ്പോഴും ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ആദായകരമായ കോഴികളെ അടുത്തറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ വിദേശി വൈറ്റ് പ്ലിമത്ത് റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അമേരിക്കൻ ക്ലാസിൽപ്പെടുന്ന ഈ കോഴികൾ മുട്ട ഉൽപാദനത്തിലും ഇറച്ചി ഉൽപാദനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സോട്ടിക് അല്ലെങ്കിൽ വിദേശ ജനുസുകളിൽപ്പെട്ട ഒരു ബ്രീഡാണ് വൈറ്റ് പ്ലിമത്ത് റോക്ക്. ഇത് അമേരിക്കൻ ക്ലാസ്സിൽ പെടുന്നു. സാധാരണയായിട്ട് ബ്രോയിലർ കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫീമെയിൽ പാരന്റ് ലൈനായിട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ്. കാരണം ഇതിന് മാംസ ഉൽപാദന ശേഷിയോടൊപ്പം ഏറെക്കുറെ മുട്ട ഉൽപാദന ശേഷിയും നല്ല രീതിയിലുള്ളത് കൊണ്ട് ഇതിനെയാണ് ഫീമെയിൽ ലൈനായിട്ട് ബ്രോയിലർ പ്രൊഡക്ഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിംഗിൾ കോമ്പാണ്, തലയിലെ പൂവ് സിംഗിൾ കോമ്പാണ്. വൈറ്റ് കളറിലുള്ള തൂവലുകളാണ് പ്രധാന വൈറ്റ് പ്ലിമത്ത് റോക്കിന്. ബാറിംഗ് ഉണ്ട്, ബാർഡ് പ്ലിമത്ത് റോക്ക് എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയും കൂടെ ഇതിലുണ്ട്. നമ്മൾ 6 മാസത്തിൽ മുട്ട ഉൽപ്പാദനം ആരംഭിക്കുന്നു പിടക്കോഴികളിൽ. പിന്നീട് 1 വർഷത്തേക്കാണ് മുട്ട ഉൽപ്പാദനം ലാഭകരമായ രീതിയിൽ പ്രതീക്ഷിക്കാവുന്നത്. ഇത് ഡ്യുവൽ പർപ്പസ് എന്ന് പറയുന്നത്. കൂടുതലും മീറ്റിനും ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്കും ഇറച്ചിക്കായിട്ടും മുട്ടയും ഇറച്ചിയും ഉൽപ്പാദിക്കുന്ന ഗുണങ്ങളുള്ള ഒരു ബ്രീഡാണ് വൈറ്റ് പ്ലിമത്ത് റോക്ക്. ഏകദേശം 4 കിലോ 4.5 കിലോ തൂക്കം അഡൾട്ട് ഉണ്ട്. ഒരു പൂവന് കൂടത്തിൽ 6 തൊട്ട് 8 വരെ പിടക്കോഴികളെ ചേർക്കാൻ പറ്റും. കാരണം ഇത് ബോഡി വെയിറ്റ് കൂടുതലുള്ളതായതുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നത്. ബോഡി വെയിറ്റ് കുറഞ്ഞ കോഴികൾക്ക് ഒരു പൂവൻ കോഴിക്ക് 10 പിടക്കോഴികളെ ഇട്ട് എന്ന അനുപാതത്തിലാണ് നമ്മൾ ബ്രീഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോർണിഷ് ഇനത്തിൽപ്പെട്ട കോഴിവർഗം. ഇറച്ചി ഉൽപാദനത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കോഴികളെ വളർത്തുന്നത്. കോർണിഷ് എന്ന ഈ വിദേശവർഗം ജനുസുകൾ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് പെടുന്നത്. വൈറ്റ് കോർണിഷും അതുപോലെ റെഡ് കോർണിഷും എന്ന 2 തരത്തിൽ കോർണിഷ് കോഴികളെ കിട്ടാറുണ്ട്. ഇത് കൂടുതലായിട്ടും ഇറച്ചി ഉൽപാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. ബ്രോയിലർ കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിൽ മെയിൽ പാരന്റ് ലൈനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഇതിൻ്റെ കോമ്പ് പി കോമ്പ്, സാധാരണ കാണുന്ന സിംഗിൾ കോമ്പല്ല, 3 വരികളിലായിട്ടുള്ള മുഴകൾ പോലെയുള്ള ഒരു പി കോമ്പാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് കൂടുതൽ ഇറച്ചി ഉൽപാദന ശേഷിയാണ്. ഇതിൻ്റെ ശരീര തൂക്കവും അതുപോലെ തന്നെ. ഇതിൻ്റെ പൂവനും വൈറ്റ് പ്ലിമത്ത് റോക്കിൻ്റെ പിടയും ചേർത്തിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ ഗിരിരാജ എന്ന പേരിൽ ഇറച്ചി ഉൽപാദനത്തിന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വിൽക്കുന്നത്. മീറ്റിൻ്റെ ക്വാളിറ്റി കൂടുതലായിട്ട്, മീറ്റ് പ്രൊഡ്യൂസിങ് എബിലിറ്റി, ഫ്ലഷിംഗ് പ്രോപ്പർട്ടി എന്ന് പറയും, അത് കോർണിഷിന് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ മെയിൽ ലൈനായിട്ട് ഉപയോഗിക്കുന്നത്. പ്ലിമത്ത് റോക്കിന് മുട്ട ഉൽപാദനം കൂടുതലായതുകൊണ്ട് അതിനെ ഫീമെയിൽ ലൈനായിട്ട് ഉപയോഗിക്കുന്നു.
ഇത് റോഡ് ഐലൻഡ് റെഡ് ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്തുന്നു. റോഡ് ഐലൻഡ് റെഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദേശവർഗം കോഴികളാണ് ഇവ. ഇത് അമേരിക്കൻ ക്ലാസ്സിൽ പെടുന്നു. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വർഗമാണിത്. കടുത്ത ബ്രൗൺ ചേർന്ന തൂവലുകളാണ് ഇവയ്ക്കുള്ള പ്രത്യേകത. ഈ ചുമന്ന തരത്തിലുള്ള റെഡ് കളറിലുള്ള റോഡ് ഐലൻഡ് റെഡിന് സിംഗിൾ കോമ്പ് ആയിരിക്കും തലയിലെ പൂവിൻ്റെ പ്രത്യേകത. നാടൻ കോഴികളുടെ ജനിതക ഉദ്ധാരണത്തിനായിട്ട് ഇത്തരം വിദേശ ജനുസുകളുടെ പൂവന്മാരെ ഉപയോഗിച്ചാൽ അതിൻ്റെ മുട്ട ഉൽപ്പാദനവും മാംസോൽപാദനവും ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. എല്ലാ ദിവസവും മുട്ടയിടുന്ന വെറൈറ്റികളല്ല ഇത്. കൊല്ലത്തിൽ 220, 230 മുട്ടകളാണ് പ്രതീക്ഷിക്കുന്നത്. നാടൻ കോഴികളെക്കാളും മുട്ട കിട്ടും. എന്നാൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റ് ലഗോണിന്റെ അത്രയും ഉൽപ്പാദനശേഷി ഇവയ്ക്കൊന്നിനുമില്ല. 72 ആഴ്ച വരെയാണ് വൈറ്റ് ലഗോണിൽ സാധാരണയായിട്ട് ഉൽപ്പാദനം ലാഭകരമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏകദേശം ഒരു 60 ആഴ്ച. ഓസ്ലോർപ്പ് എന്ന ഇനത്തിൽപ്പെടുന്ന ഈ വിദേശ ഇനത്തിന്റെ പ്രത്യേകത തിളങ്ങുന്ന കറുപ്പ് നിറമാണ്. ഓസ്ലോർപ്പ് എന്നറിയപ്പെടുന്ന വിദേശവർഗം കോഴികളാണിത്. നമ്മുടെ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഗ്രാമലക്ഷ്മി എന്ന ക്രോസ് ബ്രെഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ഓസ്ലോർ പൂവനുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ക്ലാസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. തിളങ്ങുന്ന കറുപ്പ് നിറമാണ് ഇതിൻ്റെ തൂവലുകളുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ കറുത്ത ചുണ്ടും കറുത്ത നിറത്തിലുള്ള കാലുകളും ഇവയ്ക്കുണ്ട്. ഈ പൂവന്മാരെ വൈറ്റ് ലഗോൺ പിടയുമായിട്ട് ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഗ്രാമലക്ഷ്മിക്ക് പ്രധാനമായും വെള്ള നിറത്തിലുള്ള തൂവലുകളായിരിക്കും. അതിൻ്റെ ഒപ്പം ചെറിയ അവിടെയായിട്ടുള്ള കറുത്ത പുള്ളികളും കാണപ്പെടുന്നുണ്ട്. ഡ്യുവൽ പർപ്പസ് ആയിട്ട് തന്നെ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി ജനിതക ഉദ്ധാരണം നടത്താൻ പറ്റിയ ഒരു വിദേശ വർഗം തന്നെയാണ് ഓസ്ലോർപ്പ് എന്ന ഈ വിഭാഗവും. ന്യൂഹാംഷെയർ ഇനത്തിൽപ്പെട്ട കോഴികളെ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്തുന്നു. ന്യൂഹാംഷെയർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിദേശവർഗം ജനുസുകളാണിവ. ഇവയും മുട്ടയ്ക്കും ഇറച്ചിക്കുമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ചെസ്റ്റ്നട്ട് റെഡ് ആണ് ഇവയുടെ തൂവലുകളുടെ കളറ്. സിംഗിൾ കോമ്പാണ് സാധാരണയായിട്ട് കാണപ്പെടുന്ന പൂവിൻ്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത കഴുത്തിൽ തൂവലുകൾ ഇല്ല എന്നതാണ്. നേക്കഡ് നെക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഫാമിൽ വളർത്തപ്പെടുന്ന നാടൻ ജനുസുകളിലെ ഒരു വിഭാഗമാണ് നേക്കഡ് നെക്ക് എന്ന ഈ വർഗം കോഴികൾ. ഇവയുടെ പ്രത്യേകത കഴുത്തിന്റെ ഈ ഭാഗങ്ങളിൽ തൂവലുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കോഴികളുടെ ഉത്ഭവം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് നിന്നാണ്. ഇവിടുത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയുള്ളത്, ഈ ഫാമിൽ ഇവോൾവ് ചെയ്ത ഗ്രാമശ്രീ എന്ന സങ്കരവർഗം കോഴി ഇനത്തിലെ നാടൻ ജനുസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഗ്രാമശ്രീ കോഴികൾക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നതൊരു പ്രത്യേകതയുണ്ട്. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് മുട്ട ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. നാടൻ കോഴികളുടെ ഉൽപ്പാദന ശേഷി ഏകദേശം 100 മുട്ട ആണ് വർഷത്തിൽ. പക്ഷെ ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുകൊണ്ടും വലിപ്പവും കൂടുതലുള്ളതുകൊണ്ടും ഗ്രാമശ്രീ എന്ന ക്രോസ് ബ്രെഡ് ഇവോൾവ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നു. കോഴികളിൽ ഏറെ ഡിമാൻഡുള്ള ഇനമാണ് കലാമാംസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കറുത്ത കോഴിവർഗം. പ്രധാനപ്പെട്ട നാടൻ ജനുസുകളിൽ ഒന്നാണ് കടക്നാഥ് എന്ന ഈ വർഗം കോഴികൾ. ഇതിനെ കലാമാംസി എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം ഇതിൻ്റെ തൂവലുകൾ, പൂവിൻ്റെ നിറം, കൊക്കുകൾ, ഇയർ ലോബ്, കാല്,
എല്ലാം അത് കറുത്ത നിറമാണ്. അതോടൊപ്പം മാംസവും തലച്ചോറിലും ഉള്ളിലെ അവയവങ്ങളും എല്ലാം കറുത്ത നിറമാണ്. മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ കൂടുതൽ അളവുള്ളത് കൊണ്ടാണ് ഇത് ഈ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. നമ്മുടെ പൊതുജനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു ബ്രീഡാണിത്. കാരണം ഇതിന് നല്ല മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഗുണനിലവാരമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ആവശ്യക്കാരുണ്ട്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ആവശ്യമായ എണ്ണം കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്ക് പ്രസക്തിയുണ്ട്. വിദേശവർഗം കോഴികൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല ഡിമാൻഡുണ്ട്. അവർ ചോദിക്കുന്ന അത്ര വിരിയിക്കാനുള്ള മുട്ടയോ കോഴിക്കുഞ്ഞുങ്ങളെയോ ഞങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാ ഷെഡുകളിലും ഞങ്ങൾ പരമാവധി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഗിരിരാജ എന്ന കുഞ്ഞുങ്ങളെ എല്ലാ വ്യാഴാഴ്ചകളിലും കുറേശ്ശെങ്കിലും ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ശരിക്കുള്ള ബ്രോയിലർ കോഴികൾ ഈ ഫാമിൽ ഇല്ല. കാരണം അത് കമേഴ്സ്യൽ സ്ട്രെയിൻസ് 7 ആഴ്ച കൊണ്ട് 2-2.5 കിലോ തൂക്കം വെക്കുന്ന ആ സ്ട്രെയിനുകൾ നമ്മൾ ഈ ഫാമിൽ വളർത്തുന്നില്ല. അതിൻ്റെ വിൽപ്പനയും ഇവിടെയില്ല. പക്ഷേ വൈറ്റ് പ്ലിമത്ത് റോക്കും കോർണിഷും ചേർന്ന സങ്കര ഇനം കോഴിക്കുഞ്ഞുങ്ങൾ ഗിരിരാജ എന്ന പേരിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. അത് ഒരുവിധം മാംസോൽപാദന ശേഷി വളരെ നന്നായിട്ട് മാംസോൽപാദന ശേഷിയുള്ള കാൻഡലിംഗ് സംവിധാനത്തിലൂടെയാണ് മുട്ടകളുടെ തരംതിരിക്കൽ പ്രക്രിയ നടക്കുന്നത്. ഷെഡുകളിൽ നിന്നും വിവിധ ഇനത്തിൽപ്പെട്ട കോഴികളുടെ കോഴിമുട്ട കളക്ട് ചെയ്ത് ഹേച്ചറിയിൽ കൊണ്ടുവന്നതിന് ശേഷം 217 എന്ന കെമിക്കൽ 1 ലിറ്ററിന് 0.5 ml രീതിയിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കാൻഡലിംഗ്, അത് മുട്ടയുടെ ക്വാളിറ്റി, അതിൻ്റെ തുണ്ട്, അതിന് ഹാച്ചിനേക്ക് പറ്റുന്നതും തിരഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ളവ ടേബിളാക്കി മാറ്റുകയും അതിനുശേഷം അതാത് ദിവസങ്ങളിലെ കോഴിമുട്ടകൾ AC റൂമിനകത്ത് സൂക്ഷിച്ച് ആഴ്ചയിലൊരു ദിവസം, അതായത് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8 മണി മുതൽ ആദ്യം വിരിയിക്കാൻ വയ്ക്കുന്നതിന് സെറ്റ് ചെയ്യുകയും അതിനുശേഷം വ്യാഴാഴ്ചകൾ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് തരംതിരിക്കുകയും ചെയ്യുന്നു. വിവിധ ഷെഡുകളിലുള്ള വിവിധ ബ്രീഡുകളാണ് ഉള്ളത്. അതേ രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അത് ബ്രീഡ് വൈസായി മാറ്റിവെച്ച് ഇതാണ് ഈ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് അത് വെവ്വേറെ വയ്ക്കും. വെവ്വേറെ വെച്ചതിന് ശേഷം അത് അതേ രീതിയിൽ തന്നെ നമ്മളത് കാൻഡലിംഗ് ചെയ്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ സ്റ്റോർ റൂമിൽ വയ്ക്കുന്നു, AC റൂമിൽ. വാഷിംഗ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയുടെ സൈസ്, മുട്ടയുടെ ക്വാളിറ്റി, അതിനകത്തുള്ള ഉള്ളിൽ തോടിൻ്റെ ഷേപ്പ്, അതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് നോക്കുന്നത്. പിന്നെ അതിനുശേഷം അതിനകത്തുണ്ടാകുന്ന നോർമൽ മുട്ടയോ അല്ലാതെ തന്നെ ബ്ലഡ് സ്പോട്ട്, മീറ്റ് സ്പോട്ട്, അങ്ങനെയുള്ള സംഗതികളുണ്ടാവും. അത്തരത്തിലുള്ള മുട്ട നമ്മൾ വിരിയിക്കാനും ഉപയോഗിക്കില്ല, മാത്രമല്ല കഴിക്കാൻ പോലും ഉപയോഗിക്കില്ല. ഹാച്ചറിയിൽ മുട്ടകൾ സെറ്റ് ചെയ്യുന്നത് ഈ വിധത്തിലാണ്. സെറ്റ് ചെയ്യുന്ന വിധം നമ്മൾ സെറ്റിനകത്തുള്ള അതിൻ്റെ ഒരു സെറ്റ് ചെയ്യുന്ന അതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ആണത്. അതിനകത്ത് 90 മുട്ടയാണ് ഒന്നിൻ്റെ കപ്പാസിറ്റി. 90 തരത്തിൽ അതിൻ്റെ മെഷീൻ്റെ ബാലൻസ് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെറ്റിംഗ് ആണ്. മുട്ട സെറ്റ് ചെയ്തതിന് ശേഷം അതടച്ചതിന് ശേഷം മെഷീനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കുന്നത്. ഹാച്ച് എടുത്തതിന് ശേഷം നമ്മൾ സെക്സ് ചെയ്യുന്നത് ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മിയാണ് ബൾക്കായിട്ട് ഉപയോഗിക്കും. ബാക്കിയുള്ളത് കളേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ക്വാണ്ടിറ്റി ഉള്ളൂ. കർഷകർക്ക് പൊതുവായിട്ട് കൊടുക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഫാമുകളിലേക്കും കൊടുക്കുന്നത് ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി 2 ഇനത്തിൽപ്പെട്ടാണ്. ഇത് രണ്ടും അതിനെടുത്തതിന് ശേഷം സെക്സിങ് ചെയ്യുന്നു. ആൺപെൺ തിരിച്ചതിന് ശേഷം പിന്നെ അതിന് മാരക്സ് ഡിസീസിനുള്ള വാക്സിനേഷൻ കൊടുത്ത് മാറ്റിവെക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ബുക്കിംഗ് ചെയ്ത കർഷകർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഫാമുകളിലേക്കും നമ്മൾ വിതരണം ചെയ്യുന്നത്. ഹാച്ചറിയിൽ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ
പിന്നീട് ബ്രൂഡിങ്ങിന് വിധേയമാക്കും. കർഷകർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിന് മുൻപുള്ള പ്രക്രിയയാണിത്. ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്ടെന്ന നിലയിൽ ബൾബ് ചൂട് കൊടുക്കുകയാണ്. ചൂട് കൊടുത്ത് വളർത്തുന്ന രീതിയാണ് 2 ആഴ്ചത്തേക്ക്. അതാണ് ബ്രൂഡിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ബ്രൂഡിങ് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള ബ്രൂഡിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ചിക്ക് ഗാർഡ് എന്ന് പറയും. ഈ തട വെച്ചിരിക്കുന്നതിന് മലയാളത്തിൽ തടയെന്ന് പറയുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടാതിരിക്കാനും ഈ ചൂട് എല്ലാത്തിനും ഒരേപോലെ കേന്ദ്രീകരിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ തട വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുക. ആ ലിറ്റർ മെറ്റീരിയൽ ഇട്ടതിന് പുറമെ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആ ന്യൂസ് പേപ്പർ മാറ്റിയിട്ട് നമ്മൾ ലിറ്റർ മെറ്റീരിയലായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ 2 ആഴ്ച ബ്രൂഡിങ് കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ വിവിധ സ്റ്റേജുകളിൽ തന്നെ ഈ ബ്രൂഡർ ഹൗസിൽ തന്നെ നിൽക്കും. ഒരു മാസത്തോളം. പിന്നെ നമ്മൾ മറ്റ് ഗ്രോവർ ഹൗസുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ആ അവസ്ഥയിൽ ബ്രൂഡിങ്ങിൻ്റെ ആവശ്യമില്ല. 2 ആഴ്ച കഴിഞ്ഞു, അത് 3ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ നമുക്ക് അതിന് ചൂടിൻ്റെ ആവശ്യമില്ല, വെളിച്ചം മാത്രം മതി. നമ്മൾ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും നമ്മൾ കൊടുത്ത വാക്സിനേഷനുകളുണ്ട്, ഷെഡ്യൂളുകൾ പലതുണ്ട്. ആദ്യത്തെ ദിവസം പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുത്തു, മാരക്സ് ഡിസീസിന് കൊടുത്തു. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച കൊടുക്കുന്ന നമ്മൾ കോഴി വസന്തയ്ക്കെതിരെ കൊടുത്തു. 3ാമത്തെ ആഴ്ചയിൽ കുടിക്കാനുള്ള വെള്ളത്തിലുള്ള IBD കൊടുത്തു. 5ാമത്തെ ആഴ്ചയിൽ നമ്മൾ പിന്നെ ഡിവേമിങ്, 6ാമത്തെ ആഴ്ച വീണ്ടും കോഴി വസന്തയ്ക്ക്. അങ്ങനെ 18ാമത്തെ ആഴ്ച വരെ നമ്മൾ വാക്സിൻ കൊടുക്കും. ലാഭം ഉറപ്പുതരുന്ന മേഖലയാണ് കോഴി വളർത്തൽ. വളർത്തി 1.5 മാസം ആകുമ്പോൾ തന്നെ കോഴികളെ വിൽക്കാനാകുമെന്നതിനാൽ ഏറ്റവും എളുപ്പത്തിൽ വരുമാനം നേടിത്തരുന്ന കൃഷിരീതിയാണിത്. ഒരു കാലത്ത് ഇന്ത്യയുടെ പൗൾട്രി ലാൻഡ് എന്ന പേരിൽ കേരളം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മുട്ടയും ഇറച്ചിയും നാം കയറ്റി അയച്ചിരുന്നു. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മുട്ടയും ഇറച്ചിയും ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറി കേരളം. ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കോഴിക്കൃഷിയുടെ നന്മവശങ്ങൾ കർഷകർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അധികം മുടക്കുമുതലുകൾ ഇല്ലാത്ത ഈ ബിസിനസ് വൻ വിജയമാക്കി തീർക്കുവാൻ അല്പം താല്പര്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയാകും.